إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ നിരന്തരമായി ഓർക്കുകയും അവന്റെ നിയമ കൽപ്പനകളെ കൃത്യമായി തന്നെ ഉൾക്കൊള്ളുകയും ജീവിതത്തിന്റെ ഏതു മേഖലകളിലും അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയും കടമയുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിഷയത്തിൽ കാണിക്കുന്ന അശ്രദ്ധയും ബോധമില്ലായ്മയുമാണ് മനുഷ്യനെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് എത്തിക്കുന്നത് എന്ന വിഷയവും അറിയാത്തവരല്ല മനുഷ്യരായ നമ്മളെല്ലാം. ഒരാൾ തന്റെ ശരീരത്തെക്കുറിച്ച് ബോധമില്ലാതെ, ചിന്തിക്കാതെ, ശ്രദ്ധയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ തന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാതെ, ശ്രദ്ധിക്കാതെ ജീവിക്കുകയാണെങ്കിൽ, അതുപോലെ അവന്റെ സമ്പത്തിന്റെ കാര്യം ശ്രദ്ധിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുകയാണെങ്കിൽ, അതിന്റെ പേരിൽ അവനെ കുറ്റപ്പെടുത്തുവാനും ആക്ഷേപിക്കുവാനും ഗുണദോഷിക്കുവാനും ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. നീ എന്താ ഇങ്ങനെ നിന്റെ ശരീരം നോക്കണ്ടേ, എന്താ ഇത്ര ശ്രദ്ധയില്ലാത്തത്, അല്ലെങ്കിൽ നിന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ നിനക്കെന്തേ ഇങ്ങനെ ശ്രദ്ധയില്ലാതായി പോയത്, അല്ലെങ്കിൽ നിന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ നീ എന്താണ് ഇത്ര ബോധമില്ലാതെ, ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പേരിൽ ആ മേഖലയിൽ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ആളുകളെ ഗുണദോഷിക്കാനും ഉപദേശിക്കാനുമൊക്കെ ധാരാളം ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം വലിയ അശ്രദ്ധ എന്ന് പറയുന്നത്, വലിയ അശ്രദ്ധയിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ ഉപദേശിക്കുവാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് ഓരോരുത്തർക്കും അഭിമുഖീകരിക്കാനിരിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, പാരത്രികമായ ലോകത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി സൂറത്തുൽ അംബിയായിന്റെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ഇതാ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹിസാബ് വളരെ അടുത്താ എത്തി നിൽക്കുന്നത്. പക്ഷേ അവരവരുടെ അശ്രദ്ധയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. മൗത്തുണ്ട്, ഖബറുണ്ട്, അദാബുൽ ഖബറുണ്ട്, ഹിസാബുണ്ട്, ജന്നത്തുണ്ട്, നാറുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്. ആ രൂപത്തിലുള്ള പാരത്രികമായ ബോധത്തെക്കുറിച്ചൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നേയില്ല. എന്താണ് അത്തരക്കാരുടെ, ആ ഗാഫിലീങ്ങളുടെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധയിലായി കഴിയുന്നവരുടെ സ്വഭാവം എന്താണ്? മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസ്. അവർക്ക് അവരുടെ റബ്ബിങ്കിൽ നിന്ന് പുതുതായി എന്തൊരു ഉപദേശം കിട്ടിയാലും, എന്ത് ഉപദേശം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് ലഭിച്ചാലും, ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ, അവരത് കേൾക്കുന്നത് എങ്ങനെയാണ്? വെറും വിനോദമായിക്കൊണ്ട്. ഒരു കാര്യഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ ഒരു ഉപദേശം ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ല. അതിലേക്ക് അവരുടെ കണ്ണും കാതും ഖൽബും തിരിയുകയേയില്ല. ലാഹിയതൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വളരെ അശ്രദ്ധയിലാണ്. അല്ലാഹു തആല പറയാണ്. തുടർന്നുകൊണ്ട് അതിന്റെ അപകടം പറയുന്നത് അവർക്ക് വമ്പിച്ച ശിക്ഷയാണ്, നരകമാണ് എന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഈ ആയത്തിലൂടെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ചിന്തിക്കുകയും ഓർക്കുകയും ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന നിന്റെ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതെയാണല്ലോ നിന്റെ സമയമൊക്കെ നീ തള്ളി നീക്കുന്നത്. ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ അനാവശ്യങ്ങളിൽ മാത്രം ചിന്തയെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവം എന്തേ മനുഷ്യന് വരാൻ കാരണം? അല്ലാഹു അതിന് കാരണം പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി തന്നെ. എന്താ അതിന് കാരണം പറഞ്ഞത്? ذَلِكَ بِأَنَّهُمُ اسْتَحَبُّوا الْحَيَاةَ الدُّنْيَا عَلَى الْآخِرَةِ وَأَنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الْكَافِرِينَ أُولَئِكَ الَّذِينَ طَبَعَ اللَّهُ عَلَى قُلُوبِهِمْ وَسَمْعِهِمْ وَأَبْصَارِهِمْ وَأُولَئِكَ هُمُ الْغَافِلُونَ لا جرم أنهم في الآخرة هم الخاسرون. അവർ ഈ ലോക ജീവിതത്തെ എത്ര ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, അലൽ ആഖിറ, പരലോകത്തേക്കാൾ ഈ ലോക ജീവിതത്തെയാണ് അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങളിലും അവരുടെ കാതുകളിലും അവരുടെ കണ്ണുകളിലും അല്ലാഹു ഒരുതരം മുദ്ര ചാർത്തിയിരിക്കുന്നു, സീൽ വെച്ചിരിക്കുകയാണ്. അവരവരുടെ അശ്രദ്ധയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ആഖിറത്തിൽ വമ്പിച്ച പരാജയത്തിലേക്കാണ് അവരെത്തുന്നത്. ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച്, പാരത്രികമായ ലോകത്തെക്കുറിച്ച് ആലോചിക്കാതെ, അതിന് സമയം കണ്ടെത്താതെ ജീവിച്ച ഗാഫിലീങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു ഈ മുന്നറിയിപ്പ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഫറോവയും അവന്റെ ആളുകളും നശിപ്പിക്കപ്പെടാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത്, ഫന്തഖംനാ മിൻഹും വഅഗ്റഖ്നാഹും ഫിൽ യം ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ വകാനൂ അൻഹാ ഗാഫിലീൻ. നാം അവരെ പിടിച്ച് ശിക്ഷിച്ചു, സമുദ്രത്തിൽ നാം അവരെ മുക്കിക്കൊന്നു. എന്താ കാരണം? ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ അവർ കളവാക്കി. വകാനൂ അൻഹാ ഗാഫിലീൻ, അവയെക്കുറിച്ച് അവർ ചിന്തിക്കുകയോ ആലോചിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ അവർ ശ്രദ്ധയില്ലാതെ മുഴുവൻ കാലവും ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള ശ്രദ്ധയിൽ മുന്നോട്ട് പോയി. ഇതാണ് ഫറോവയും അവന്റെ ആളുകളെ നശിപ്പിക്കാനുള്ള കാരണമെന്ന് അല്ലാഹു പറയുമ്പോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്. വലാ തുതി, നീ അനുസരിച്ചു പോകരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു, ആരുടെ ഹൃദയത്തെ നാം അശ്രദ്ധയിലാക്കിയിട്ടുണ്ടോ, അൻ ദിക്രിനാ, നമ്മെ ഓർക്കുന്നതില്ലെന്ന് ഹൃദയത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ
വെറും ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ, പ്രവാചകരെ അങ്ങ് അനുസരിച്ചു പോകരുത്. വത്തബഅഹവാഹു, അവന്റെ മതം അവന്റെ ഇച്ഛയാണ്, അവന്റെ ചിന്തകളാണ്, അവന്റെ ആഗ്രഹങ്ങൾ എന്താണോ അതിന്റെ പിന്നാലെയാണ് അവൻ പിൻപറ്റുക. അത്തരക്കാരിലേക്ക് തിരിഞ്ഞു നോക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് മുഴുവൻ അല്ലാഹു പറയാണ്, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ. വദ്കുർ റബ്ബക തളർറുഅൻ ഫീ നഫ്സിക തളർറുഅൻ വഖീഫ. നീ നിന്റെ മനസ്സിൽ നീ നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. റബ്ബിനെപ്പോഴും ദിക്റുകൾ, അത് നിന്റെ മനസ്സിൽ എപ്പോഴും വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിർത്തി. നീ എങ്ങനെയായിരിക്കണം ദിക്റുകൾ, എങ്ങനെ നിന്റെ റബ്ബിനെ നീ ഓർക്കണം? തളർറുഅൻ വഖീഫതൻ, വളരെ വിനയത്തോടെ, വളരെ വിനയത്തോടെയാണ് ദിക്റുകൾ, വളരെ വിനയത്തോടെയാണ് അള്ളാഹുവിനെ ഓർക്കേണ്ടത്. വഖീഫതൻ, ഭയത്തോടെയും വിനയത്തോടെയും ഭയഭക്തിയോടെയും നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ നീ ഓർക്ക്. വദൂനൽ ജഹ്രി മിനൽ ഖൗൽ, അല്ലാതെ ഒച്ചയിടാതെ പതുക്കെ ശബ്ദം താഴ്ത്തി നീ ദിക്റുകൾ ചൊല്ല്. ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും എപ്പോഴും അല്ലാഹുവിനെ ദിക്റുണ്ട്, എപ്പോഴും അല്ലാഹുവിനെ ഓർക്കണം. പക്ഷേ പ്രഭാത പ്രദോഷങ്ങൾ, ഒരു പകലിന്റെ തുടക്കം, ഒരു രാത്രിയുടെ തുടക്കം, അതിലൊക്കെ നീ കൂടുതൽ ദിക്റുകളിലേക്ക് മുഴുകണം. കൂടുതൽ നീ നിന്റെ റബ്ബിനെ പുകഴ്ത്തണം. നാവ് കൊണ്ടുള്ള ദിക്ർ, മനസ്സിലുള്ള തഫക്കുർ, ചിന്ത ഒക്കെ അള്ളാഹുവിനെ കുറിച്ച് നിന്റെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് പറഞ്ഞ വാചകം നോക്കൂ, വലാ തകും മിനൽ ഗാഫിലീൻ. ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധയില്ലാത്ത അശ്രദ്ധരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത്. വലാ തകും മിനൽ ഗാഫിലീൻ, നീ ഗഫലത്തുള്ളവരിൽ പെട്ടുപോകരുത്. മനുഷ്യൻ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഗഫലത്തിലാവാതിരിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് അദ്കാറുകൾ. അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാ ഘട്ടങ്ങളിലും എങ്ങനെ നിർവഹിക്കണം എന്നാ പറഞ്ഞത്? തളർറുഅൻ വഖീഫതൻ, വിനയത്തോടെ ഭയഭക്തിയോടുകൂടി. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ നമുക്ക് ദിക്റുണ്ട്, ഉറങ്ങും വരെ നമുക്ക് ദിക്റുകളുണ്ട്. ഇതിനെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത ഒരു ലോകമാണ് നമ്മുടെ ലോകം. ഒന്ന് സ്വന്തത്തോട് ചോദിക്ക്, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് തളർറുഅൻ വഖീഫതൻ, വിനയത്തോടെ ഭയഭക്തിയോടെ പറഞ്ഞവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? അവിടുന്ന് അങ്ങോട്ട് ഈ നിമിഷം വരെ നമുക്ക് പറയാനുള്ള ഒരുപാടുണ്ടായിരുന്നു. പറഞ്ഞവർ എത്ര പേരുണ്ട്? പറഞ്ഞവർ തന്നെ ഈ പറഞ്ഞ തളർറുഅോടുകൂടെ ഖീഫത്തോടുകൂടി പറഞ്ഞവർ എത്ര പേരുണ്ട്? ഓരോ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് നിർവഹിക്കാനുള്ള ദിക്റുകളില്ലേ? നീ അശ്രദ്ധരായി പോകരുത്. ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാത പ്രദോഷത്തിലുള്ള ദിക്റുകളില്ലേ? സമൂഹമേ ഉണരുക. എത്ര പേര് അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്? ഇതൊക്കെ പറഞ്ഞിട്ടാ അല്ലാഹു പറയുന്നത്, വലാ തകും മിനൽ ഗാഫിലീൻ, നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. നമ്മുടെ ജീവവായുവാണ് പ്രിയമുള്ളവരെ ഇത്. അള്ളാഹുവിനെ കൃത്യമായി ഓർത്ത് അവന്റെ നിയമങ്ങൾ നമ്മുടെ മനസ്സുകളിൽ പച്ചപിടിച്ച് നിലനിർത്തുവാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് 5 നേര നിസ്കാരത്തിലൂടെ, ദിക്റുകളിലൂടെ, സ്വലാത്തിലൂടെ, തസ്ബീഹിലൂടെ, തക്ബീറിലൂടെ, തഹ്മീദിലൂടെ, തഹ്ലീലിലൂടെ, തക്ബീറിലൂടെ എല്ലാം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മെ തട്ടിത്തെരിപ്പിക്കാനാണ് ശൈത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിന്റെ മനസ്സിൽ പരലോക ചിന്തയുണർത്തുന്ന കാര്യങ്ങളിലേക്ക്. നിന്റെ ജീവിതം ഇതോടുകൂടി അവസാനിക്കും, പാരത്രികമായ ലോകമാണ് എന്നെന്നുമുള്ള ജീവിതം എന്ന നിലക്ക് നിന്റെ മനസ്സിനെ നീ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ ചിന്ത മനുഷ്യനിൽ വരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന്, മനുഷ്യർ ഖബറുകൾ സന്ദർശിക്കുന്നില്ല എന്നതാണ്. മരണചിന്തയും പരലോക ചിന്തയും ഉണർത്തുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് സൂറുൽ ഖുബൂർ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഖബർ സന്ദർശനം വേണം. അത് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും, ഖബറുകളെ മുത്തിമടക്കുവാനും, അതിന്മേൽ പട്ടുപോടുവാനും, അവിടെ വിളക്ക് കൊളുത്തുവാനും, അവിടെ ഉറൂസ് കഴിക്കുവാനും, അവിടെ അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുവാനുമായിക്കൊണ്ട് ഒരു സമൂഹം ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ശക്തമായിക്കൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, പ്രസംഗിക്കുന്ന, അതുപോലെ തന്നെ പണിയെടുക്കുന്ന നമ്മൾ ഉള്ള സിയാറത്തുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നുവോ? നമ്മൾ ചിന്തിക്കണം. മരണചിന്തയുണർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖബറുകൾ സന്ദർശിക്കണം എന്നാണ്.
ഇടക്ക് കാറോടിച്ചു പോകുമ്പോ മക്ബറയുടെ ഭാഗത്തെത്തുമ്പോ ആയിരക്കണക്കിന് ആളുകൾ മറമാടപ്പെട്ടിട്ടുള്ള മക്ബറയുടെ ഭാഗത്തെത്തുമ്പോ ഒന്ന് വണ്ടി നിർത്ത്, 5 മിനിറ്റ് ചെലവഴിച്ചൊന്ന് ഖബർസ്ഥാനിലേക്ക് കയറ്. അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹ് ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ അൻതും സലഫുനാ വനഹ്നു ബിൽ അസർ. മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുമായ ആളുകൾക്ക് ശാന്തി നേരുന്ന, ഞങ്ങളെക്കാൾ മുമ്പ് പോയവരാണ് നിങ്ങൾ, ഞങ്ങളും താമസം വിനാ ഈ മണ്ണോട് ചേരേണ്ടവരാണ്, നിങ്ങളുടെ അടുത്ത് വരേണ്ടവരാണ്. അല്ലാഹു നിങ്ങൾക്ക് സൗഖ്യം തരട്ടെ, ഞങ്ങൾക്കും സൗഖ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, മരണചിന്തയുണർത്തുന്ന ആ സന്ദർശനങ്ങൾ ഇടയ്ക്കിടെ വേണം. എന്തിന് നിന്നെ മരണചിന്തയുണർത്തും, പരലോക ചിന്തയുണർത്തും. അതുപോലെ തന്നെ നീ രോഗികളെ കാണാൻ പോകൂ, മരണാസന്നരായവരെ കാണൂ. മനുഷ്യ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എത്ര നിസ്സാരമെന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ആ ഘടകങ്ങളിൽ നിന്ന് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുന്നു. മരണചിന്ത ഇടക്കിടക്ക് വേണം, എപ്പോഴും വേണം എന്നാണ്. വേണ്ട കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന ശൈത്താൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ജാഗ്രതയിലാവണം. വേണ്ട ഒരു കാര്യം പഠിക്കാൻ നമുക്ക് നേരമില്ല. വേണ്ട ഒരു കാര്യത്തിന് ചെലവഴിക്കാൻ 1 മണിക്കൂർ, അരമണിക്കൂർ സമയം ആവശ്യപ്പെട്ടാൽ പോലും തിരക്കെന്ന് പറയുന്ന നമുക്ക് വാട്സപ്പുകളുടെയും ഫേസ്ബുക്കുകളുടെയും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളുടെയും മുമ്പിൽ മണിക്കൂറുകളാണ് നമ്മൾ തള്ളി നീക്കുന്നത്. നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ പുണ്യം കിട്ടുമായിരുന്നു. ഏത് മീഡിയകളെയും നന്മയ്ക്ക് ഉപയോഗപ്പെടുത്താം, അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി ഉപയോഗപ്പെടുത്താം. പക്ഷേ അതിനാണോ ഉപയോഗപ്പെടുത്തപ്പെടുന്നത്? അതിനുവേണ്ടിയാണോ സമയം കളയുന്നത്? ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാതെ മാറ്റിവെച്ച് വിനോദങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും നമ്മുടെ സമയങ്ങൾ മുഴുകുകയാണ്. അങ്ങനെ വേണ്ടത് ചിന്തിക്കാനാവാത്ത നിലയ്ക്ക് നമ്മുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വീഴുകയാണ്. അതാണ് അവരെ സംബന്ധിച്ചത് പറയുന്നത്, ഉലൈകല്ലദീന തബഅല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅബ്സാരിഹിം. അവരുടെ കണ്ണിനും കാതിനും ഹൃദയത്തിനൊക്കെ സീല് വന്നുപോയി. ആ സ്വഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അവൻ പിന്നെ ഹുദ കേൾക്കൂല, അത് കേൾക്കാനും കാണാനും അവന് താല്പര്യം ഉണ്ടാവില്ല. ലാ യസ്തഹിബു മജാലിസസ് സാലിഹീൻ. അവൻ സദ്വൃത്തരുടെ സദസ്സുകളിൽ വരൂല. ഇനി വന്നാൽ തന്നെ, ആരെങ്കിലും നിർബന്ധിച്ച് വന്നാൽ തന്നെ അവൻ അവിടെ നിന്ന് പുറത്തു പോവുക എങ്ങനെയാണ്? ഒന്നും കിട്ടാത്തവനായി. ഒരു ഉപദേശവും അവൻ യേശിയില്ല. എന്തേ കാരണം? അവന്റെ ഹൃദയത്തിലേക്ക് ഇതൊന്നും കേറൂല, അവിടൊക്കെ മൂടി വീണിട്ടുണ്ട്. ഈ ഒരു ദുരന്തം വരാൻ കാരണം സർവശക്തനായ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും അവൻ ഓർക്കുകയും ചെയ്യേണ്ട ഇടങ്ങളിൽ ഓർക്കാതെ വെറും ഗാഫിലായ അശ്രദ്ധയിലുള്ള ജീവിതം ജീവിച്ചതുകൊണ്ടാണ്. അള്ളാഹുവിനോട് നമ്മൾ മനം നൊന്തുകൊണ്ട് പ്രാർത്ഥിക്കണം, ഇത്തരത്തിലുള്ള ഗാഫിലീങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടി. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ 10 ആയാത്തിൻ ഫീ ലൈലത്തിൻ ലം യുക്തബ മിനൽ ഗാഫിലീൻ. ആരെങ്കിലും 10 ആയത്തുകൾ രാത്രിയിൽ പാരായണം ചെയ്താൽ അവൻ ഗാഫിലീങ്ങളിൽ പെടുകയില്ല. അള്ളാഹു വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയ ഗാഫിലുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടാതിരിക്കാൻ രാത്രികളിലെ നിസ്കാരം, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം, ജീവിതത്തിന്റെ എല്ലാ നന്മകളിലേക്കും വഴി കാണിക്കുന്ന ഗ്രന്ഥത്തോടുള്ള അടുപ്പം, ഒരക്ഷരത്തിന് 10 പുണ്യമുണ്ടെന്ന് ഓഫർ ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ഇത് പാരായണം ചെയ്യുന്നവന് ശുപാർശകനായിക്കൊണ്ട് നാളെ പരലോകത്ത് ഖുർആൻ വരും. അത് വായിക്കാൻ പഠിക്കൂ, അതിന്റെ നിയമങ്ങൾ പാലിക്കൂ, അതിന്റെ അക്ഷരങ്ങളും ആശയങ്ങളും ഗ്രഹിക്കൂ, അതിനെക്കുറിച്ച് ചിന്തിക്കൂ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. താങ്കൾക്ക് ഈ ഗ്രന്ഥം നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്, ഉറ്റാലോചിക്കാനാണ്, പഠിക്കാനാണ്.
ഈ ആയത്തുകളും ശബ്ദങ്ങളുമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ട് പോലും ഇന്നുവരെ വിശുദ്ധ ഖുർആനിന്റെ ശബ്ദവീചികളുടെ ആശയം ഗ്രഹിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ലാത്ത ആയിരങ്ങളാണ് ലോകത്തുള്ളത്. അവർക്കിന്നും ഈ ഗ്രന്ഥം വേണ്ട, അവർക്കിന്നും അതിന്റെ ആശയങ്ങളോട് താല്പര്യമില്ല, അവർക്കിന്നും അത് പഠിക്കാൻ മാത്രം സമയമില്ല. മറ്റെന്തിനും സമയമുണ്ട്, ഏതിനും സമയമുണ്ട്. അതിലെ ഒരായത്ത് മനഃപ്പാഠമാക്കാൻ, അതിലെ ഒരു ചൊച്ചു സൂറത്തെങ്കിലും മനഃപ്പാഠമാക്കാൻ, അതിലെ ആശയങ്ങൾ ഗ്രഹിക്കാൻ അതിനു മാത്രം നമുക്ക് സമയമില്ല. മറ്റെന്തിനും സമയമുണ്ട്. എപ്പോഴും പറയാറില്ലേ, നമ്മുടെയൊക്കെ വാർത്താ പത്രങ്ങൾ, എത്ര പത്രങ്ങൾ വീട്ടിൽ വരുന്നുണ്ടോ മുഴുവൻ അരിച്ചു പെറുക്കുന്നുണ്ട്. എത്രയൊക്കെ ന്യൂസ് ഹവറുകൾ, എത്ര ഹവറുകൾ, ഏതൊക്കെ ന്യൂസുകളുടെ മുമ്പിൽ ഇരുന്നു കൊടുക്കാനുണ്ടോ ഇരുന്നു കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. ഏതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ സെൻഡ് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും നോക്കാനും വായിക്കാനും ഒക്കെ നമുക്ക് മനസ്സുണ്ടോ, താല്പര്യമുണ്ടോ, മണിക്കൂറുകൾ നമുക്ക് മുമ്പിൽ സുലഭമാണ്. എന്നാൽ നമുക്ക് ഇതിനോട് വെറുപ്പുണ്ടാക്കുകയാണ് ശൈത്താൻ. അത് വേണ്ട, അതിനെനിക്ക് സമയമില്ല, അതിനെനിക്ക് താല്പര്യമില്ല. ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളിൽ നിന്ന് ചിന്ത തിരിച്ചുവിട്ട് വേണ്ടാത്തതിലേക്ക് ചിന്തയെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്ന ശൈത്താൻ നമ്മുടെ കൂടെയുണ്ടെന്ന ജാഗ്രത നമുക്കുണ്ടാകണം. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ വിജയം. അതല്ലെങ്കിൽ അല്ലാഹു തആല പറഞ്ഞ ദുരന്തമാണ് സംഭവിക്കുന്നത്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തി ദുനിയാ വതമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ലഗാഫിലൂൻ. ഐഹികമായ ജീവിതത്തെക്കുറിച്ച് മാത്രം തൃപ്തിപ്പെടുന്നു, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഒരു നാലാൾ കൂടിയാൽ അവിടെ ദുനിയാവ് മാത്രമേ ചർച്ചയ്ക്ക് വരുള്ളൂ. അവിടെ ഒരു ബിസിനസ്സും കച്ചവടവും കാര്യങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയവും അല്ലെങ്കിൽ നാട്ടിലുള്ള രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും അതൊക്കെ മാത്രം അവരുടെ ചിന്തയിൽ വരും. ദീന് വരൂല, ദീൻ അവരുടെ ചിന്തയിൽ വരൂല. അതിനെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാവുകയില്ല. കണ്ണല്ല കൊടുത്തത് കാണാനും, കാതല്ല കൊടുത്തത് കേൾക്കാനും, കൽബല്ല കൊടുത്തത് ചിന്തിക്കാനുമാണെങ്കിൽ അല്ല ഉദ്ദേശിച്ച കാഴ്ചയും കേൾവിയും ചിന്തയും എന്താണോ അതിലേക്ക് മാത്രം അവരുടെ കണ്ണും കാതും കൽബും തിരിയുകയില്ല. ശുദ്ധ ഖുർആൻ അതൊക്കെ വളരെ കൃത്യമായി ജഹന്നമിലേക്കുള്ള ആളുകളാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തിയിട്ടുള്ള ഗാഫിലീങ്ങൾ, അശ്രദ്ധർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടാതിരിക്കാൻ നമ്മുടെ മനസ്സിലെപ്പോഴും ഖുർആൻ വേണം, ദിക്റുകൾ വേണം. ലാ തജ്അലൂ ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാനം പോലെയാക്കരുത്. നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണം വേണം. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ, അൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി വിരണ്ട് ഓടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലുള്ള പൈശാചികമായ സർവ്വരൂപത്തിലുള്ള കാര്യങ്ങൾക്കുമുള്ള പരിഹാരം അവിടെ മറ്റുള്ളതെല്ലാം മാറ്റിവെച്ച് വിശുദ്ധ ഖുർആൻ, അതിന്റെ പാരായണം, പഠനം, ചിന്ത, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ദിക്റുകൾ, അതിനെക്കുറിച്ചുള്ള പഠനം, അത് ഒന്നിച്ചിരിക്കൽ, അത് ചെയ്യൽ, അങ്ങനെ ഒരു സമാധാനാന്തരീക്ഷം വീട്ടിലുണ്ടാകണമെങ്കിൽ ഇതിലേക്ക് മടങ്ങണം. ഇതാ സ്ഥാനത്തൊക്കെ നമ്മൾ മറ്റു പലതും കയറ്റിവെച്ചു. മ്യൂസിക്കുകളായിട്ടും സിനിമയായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും നോവലുകളായിട്ടും മറ്റുള്ളതുമൊക്കെയായി കയറ്റിവെച്ചപ്പോ ശൈത്താന്റെ വിളയാട്ടമായി. അള്ളാഹുവിനോട് അഭയം ചോദിക്കുക. അത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല സുഹൃത്തുക്കളെ. ആ പൈശാചികമായ ശർറുകളിൽ നിന്ന് കാവൽ കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമോ എന്ന് അല്ലാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചെല്ലുകയും അതിലേക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്താലല്ലാതെ നമുക്ക് രക്ഷയുണ്ടാവുകയില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമികമായ കാര്യങ്ങൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഗൗരവത്തോടുകൂടെ ഉണർത്തിയ ഗാഫിലീങ്ങളിൽ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരിൽ, അത്തരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വേദന കൊണ്ട് പുളയുന്ന, പ്രയാസപ്പെടുന്ന ഒട്ടേറെ രോഗികളുണ്ട്. അള്ളാഹുവേ, നീ സമ്പൂർണ്ണമായി ശിഫ നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم احفظ دولة الامارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا
ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.